ഇടുക്കി പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കലിന്റെ പേരിൽ നടത്തിയത് ബുൾഡോസർ രാജാണെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ. പൂപ്പാറ കുടിയൊഴിപ്പിക്കലിൽ വഴിയാധാരമായ വ്യാപാരികളെയും പാവപ്പെട്ട കുടുംബങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സണ്ണി പൈമ്പള്ളിൽ ആവശ്യപ്പെട്ടു. പൂപ്പാറയിൽ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ നടത്തിയത് മനുഷ്യത്വരഹിതമായ നടപടിയാണ്. പതിറ്റാണ്ടുകളായി ഉപജീവനം കണ്ടെത്തിയിരുന്ന വ്യാപാരികൾ ഒന്നുമില്ലാത്തവരായി മാറി. നിരവധി കുടുംബങ്ങൾ കിടപ്പാടമില്ലാതെ വഴിയാധാരമായി മാറി. ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. പെരുവഴിയിലായ കുടുംബങ്ങളുടെ പുനരധിവാസം വേഗത്തിൽ സാധ്യമാക്കണം. വരുമാനമാർഗം നഷ്ടമായി കടക്കണിയിലായ വ്യാപാരികൾക്ക് കച്ചവടം തുടരുന്നതിന് സർക്കാർ സ്ഥലം കണ്ടെത്തി വ്യാപാര സമുച്ചയം പണിത് ചെറിയ തുകയ്ക്ക് വ്യാപാരികൾക്ക് നൽകുകയും കച്ചവടം തുടരാനുള്ള സാഹചര്യവും ഒരുക്കണമെന്നും സണ്ണി പൈമ്പള്ളി ആവശ്യപ്പെട്ടു. ഒരു പരിഷ്കൃത സമൂഹത്തിന് തീർച്ചയായിട്ടും അപമാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂപ്പാറയിലെ വ്യാപാര സ്ഥാപനങ്ങളെ എങ്ങനെയും നശിപ്പിച്ചെടുക്കുക എന്ന ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട്. മറ്റേതെങ്കിലും വലിയ മറ്റ് ലോബികൾ ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ഏതെങ്കിലും ലോബികളുടെ ഇടപെടൽ, രഹസ്യ ഇടപെടൽ ഇല്ലെങ്കിൽ ഇതെന്തിനാണ് ഇത്ര ഈ മുഹൂർത്തത്തെ കൊണ്ടുവന്ന് ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ പൊളിച്ചു നീക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ഗുരുതരമായ ഒരു കൃത്യവിലോപം റവന്യൂ വകുപ്പ് അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെയും റവന്യൂ വകുപ്പ് മന്ത്രിയെയും നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടും. പുതിയ സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. വി.ഡി. സതീശനടക്കം തിരഞ്ഞെടുപ്പ് സമയത്ത് പൂപ്പാറയിലെ മാത്രമല്ല ജില്ലയിലെ എല്ലാ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ പൂപ്പാറയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും സണ്ണി പൈമ്പള്ളി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.